ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഇപ്പൊ 24 എന്താ മറുനാടൻ മലയാളി പോലത്തെ ഒരു സാധനമൊന്നുമല്ലല്ലോ, കുട്ടികളടക്കം പലരും കാണുന്ന ചാനലല്ലേ. അപ്പോൾ ആ നിലവാരത്തിലേക്ക് പോകുന്ന പോലെ 24 ഇങ്ങനെ ഒരു ആളെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അങ്ങനെ അത്ര ലഘൂകരിക്കാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒട്ടും ശരിയായ രീതിയില്ല. 24 അങ്ങനെ ഒരു ഇതിനു വേണ്ടി മുതിരുന്നു എന്ന് പറഞ്ഞാൽ 24നെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലാണ്. ഇപ്പൊ ഹാഷ്മി വന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കറിയേണ്ട ചോദ്യങ്ങൾ, ജനങ്ങളെ ചോദിക്കേണ്ടതോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ പ്രസക്തമായ ചോദ്യങ്ങളോ ഒന്നുമല്ല. പുള്ളി ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സൗകര്യമായി ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഭയങ്കര തിരക്കഥ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭാഷണം ആയിട്ടാണ് ആ ഒരു 50 മിനിറ്റുള്ള ഇന്റർവ്യൂ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ വന്നിരുന്നിട്ട് കുറെ മുമ്പത്തെ പല കേസസ് താരതമ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് സോളാർ കേസ്, അതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ സീഡ് തപ്പിപ്പോയ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. സീഡ് തപ്പിപ്പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആരോപണമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാം ഉമ്മൻചാണ്ടിയുടെ സീഡി എന്ന്. അങ്ങനെ ഒരു സീഡി ഉണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഒരിക്കലും കേരള സമൂഹം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുകയാണ് അങ്ങനെ. എന്നിട്ട് ആ തരത്തിലൊക്കെ ഈ സ്വന്തം കേസിനെ മാറ്റി തീർക്കാനാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ലഘൂകരിക്കാൻ പറ്റുന്ന കേസുമല്ല ഇത്. വേറെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷിച്ചു കൊണ്ടല്ലോ MLA-മാരായിട്ടുള്ള ഇവരുടെ തന്നെ കോൺഗ്രസ് തന്നെയുള്ള ആളുകളിൽ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി MLA അല്ലെങ്കിൽ വിൻസെന്റ് MLA ഇവർക്കൊക്കെ എതിരെയും പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ MLA ആയി തുടരുന്നുണ്ട്. അപ്പൊ അവര് അത്തരം കേസുകളുമായി കൂട്ടിക്കെട്ടാം ഈ കേസ് എന്ന നിലയിലേക്ക് വരുത്തി തീർക്കണം. അതാണ് ഈ ഇന്റർവ്യൂവിന്റെ ഉദ്ദേശം. അങ്ങനെയല്ല, തീവ്രമായ ലൈംഗിക വൈകൃതവും ഭീകരമായ ശാരീരിക ആക്രമണവും മാനസിക ആക്രമണവും സാമ്പത്തിക ക്രമക്കേടും എല്ലാം കൂടെ കലർന്ന കേരള ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2 MLA-മാര്, കോൺഗ്രസിന്റെ 2 MLA-മാർക്ക് UDF-ലുള്ളതിനേക്കാൾ സ്വാധീനമുള്ള ആളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF. എന്നിട്ടും UDF എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് ഈ വിഷയത്തിന്റെ പേരിൽ? അപ്പൊ UDF-ന് തന്നെ അറിയാം ഇത് അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന്. അതുകൊണ്ടല്ലേ പുറത്താക്കപ്പെടേണ്ടി വന്നത്. ഫോഴ്സ്ഡ് ആയിരുന്നല്ലോ ഇവര് രാഹുലിനെ പുറത്താക്കാനായിട്ട്. വേറെ ഒരു പ്രത്യേക നെഗറ്റീവ് ഇതിൽ വന്നതെന്ന് രാഷ്ട്രീയ പ്രവർത്തകന്റെ സ്വകാര്യതയുമായി ഏത് ഘട്ടത്തിലാണ് കേരള സമൂഹത്തിൽ അങ്ങനെ ആ തരത്തിലൊരു ചർച്ച വന്നിട്ടുള്ളത്? ഇങ്ങനെ ചെയ്ത ഒരാളുടെ രാഷ്ട്രീയ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അയാളുടെ പേഴ്സണൽ ലൈഫിനെ മാനിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം ഡിവോഴ്സ് ആയ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കള്, പുനർവിവാഹം ചെയ്ത നേതാക്കള്, അവര് അടക്കം അവരുടെ വളരെ സ്വകാര്യമായ അത്തരം കാര്യങ്ങളടക്കം സമൂഹത്തോട് മറുപടി പറയേണ്ടുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ് പല മാധ്യമക്കാരും ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും ഒക്കെ. അത് അങ്ങനെ പറയേണ്ടി വരുന്ന നേതാക്കളുള്ള ഒരു സമൂഹത്തിലാണ് ഇത്തരം തീവ്രമായ ലൈംഗിക വൈകൃതം, ഒരാളുടെ സ്വകാര്യ കാര്യവും എന്തോ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള വലിയ പുരോഗമന വർത്താനമൊക്കെ കൊണ്ടുവച്ച് അടച്ചു വെക്കാന്നൊന്നും വിചാരിക്കുക വേണ്ട. അത്തരം ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. സൗകര്യപ്പെടുന്നില്ല എന്ന് തന്നെ. പലരും ഇവിടെ നേതാക്കളായതിനു ശേഷം വലിയ പ്രധാന സ്ഥാനത്തേക്കൊക്കെ വന്ന ശേഷം അവരുടെ വ്യക്തിപരമായ ചില ശീലങ്ങൾ പോലും, ഉദാഹരണത്തിന് പുകവലിക്കുന്ന ആളുകളുണ്ടാവാം, മദ്യപിക്കുന്ന ആളുകളുണ്ടാവാം, അത്തരം ശീലങ്ങൾ പോലും ഒരു മാതൃകയാവരുത്, അവര് ചെയ്യുന്നത് കൊണ്ട് ഒരു മാതൃകയാവരുത് എന്ന് കരുതി രഹസ്യമായി ചെയ്യുന്നവരുണ്ട്, പൂർണ്ണമായി നിർത്തലാക്കിയവരുണ്ട്. അത്തരം കാര്യങ്ങൾ പോലും നേതാക്കളോ പ്രധാനപ്പെട്ട ആളുകളോ ആയാൽ അവരൊക്കെ മാറ്റിവെക്കുന്നുണ്ട്, രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ. അപ്പോഴാണ് ഇക്കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു വൈകൃതം, ആരെയും എന്തും ചെയ്യാം, അധികാരവും പദവിയും ഉണ്ടെങ്കിൽ എന്നിട്ട് അതിനെ ഇതുപോലെ വന്ന് അഭിനയിച്ച് ന്യായീകരിക്കാം എന്നുള്ള തരത്തിലേക്കൊക്കെ ഒരാളെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഹാഷ്മി വളരെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ എന്തെങ്കിലും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയും സുഖം പറ്റാനായിട്ട് UDF-ന് ഇപ്പൊ ഇത് UDF-നെ ദോഷകരമായി ബാധിക്കും എന്ന നില വന്നാൽ അതിനെ എങ്ങനെ ബെനിഫിറ്റ് ആക്കി മാറ്റാം എന്നുള്ള വളരെ ബുദ്ധിപരമായ നീക്കം. ഇപ്പൊ ഇതിനിടയിൽ VD സതീശന്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം കർശനമായ നടപടി ഇതിൽ സ്വീകരിച്ചല്ലോ എന്ന് ആര് പറഞ്ഞു? ഹാഷ്മി ചോദിക്കുകയാണ്. VD സതീശനാണല്ലോ താങ്കൾക്കെതിരെ വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എപ്പോ? ഈ VD സതീശന് കയ്യിൽ പരാതി കൊടുത്തു എന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ടല്ലോ. ആ പരാതി കിട്ടിയതിന് ശേഷം ഇവനെ ഉമ്മയും കൊടുത്ത് മത്സരിപ്പിക്കാൻ വിട്ട ആളല്ലേ VD സതീശൻ അല്ലേ? തുടക്കം മുതൽ VD സതീശൻ എന്തോ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട്, ഇരകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു മനസ്കനെ പോലെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ പഴയ കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് മറക്കണം. നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഷോർട്ട് ടേം മെമ്മറി വച്ച് കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് UDF-ന്റെ പോൾ PR വെച്ച് ഇവർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. UDF-ന്റെ തെരഞ്ഞെടുപ്പിനോടടുത്ത ഒരു പ്രചരണ
മാർഗവും അതിനൊത്തൊരു കളിയുമാണ് ഈ 50 മിനിറ്റ് ഇന്റർവ്യൂ. ഇപ്പൊ രാഹുലിന്റെ ഭാഗം കേൾക്കുകയും രാഹുലിന്റെ ശ്രീ ഹഷ്മി എന്നൊക്കെ വിളിച്ച് രാഹുൽ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് രാഹുൽ പെരുമാറിക്കൊണ്ടിരുന്നത്? വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ, പ്രായത്തിൽ മുതിർന്ന ആളുകളെയൊക്കെ എടാ പോടാ എന്നൊക്കെ, മരവാഴ, മരപ്പെട്ടി എന്നൊക്കെ പറയുന്ന തരത്തിലാണല്ലോ സംസാരിച്ചിരുന്നത്. ഇപ്പൊ പൊതിച്ചോറ് ശേഖരിക്കുന്ന പ്രവർത്തനത്തെ വ്യഭിചാരം എന്ന് വിളിച്ചോണ്ടിരുന്ന ഒരാളാണല്ലോ. അപ്പൊ ആ നിലവാരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഏത് ഘട്ടത്തിലാണ് ആർക്കെങ്കിലും സമൂഹം ഇത്തരം ആനുകൂല്യം കൊടുക്കണം എന്ന മനസ്സോടെ സംസാരിച്ചിട്ടുള്ള? ഒരു ഘട്ടത്തിലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സ്വന്തം വിഷയം വന്നപ്പോ, പിടിക്കപ്പെടുമെന്നായപ്പോ, അല്ലെങ്കിൽ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്നായപ്പോ വന്നിരുന്ന ശ്രീ ഹഷ്മി, ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കൂ, അങ്ങനത്തെ വിതുമ്പലൊന്നും ഇവിടെ നടക്കൂല. പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ലോജിക്കലി ആലോചിച്ച് നോക്കാം. ഒരാൾക്കെതിരെ തെറ്റായതോ ശരിയായതോ ആയ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്ര ക്രൂരവും പൈശാചികവുമായിട്ടുള്ള സംഭവം അല്ലെന്നിരിക്കട്ടെ, എത്ര ചെറുതാണെങ്കിൽ പോലും ഒരു നേതാവോ ഏതൊരു വ്യക്തിയോ എന്തായിരിക്കും വിചാരിക്കുക? സമീപഭാവിയിൽ എങ്കിലും എനിക്കത് തിരുത്തണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്ന് കരുതും, അല്ലെങ്കിൽ അത് തെറ്റായ ആരോപണമാണെങ്കിൽ ഞാൻ എങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പ് ജീവിക്കും, എങ്ങനെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തും, എന്റെ മുമ്പോട്ടുള്ള ജീവിതം എന്തായിരിക്കും? പെട്ടെന്നൊരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഇവിടെ അതല്ല ചിന്തിക്കുന്നത്. ഞാൻ ഇനി എങ്ങനെ മത്സരിക്കും? ഞാൻ കോൺഗ്രസ്സായി മത്സരിക്കണോ, അതോ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കണോ, ഞാൻ പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കണോ, വേറെ എവിടെയെങ്കിലും മത്സരിക്കണോ? അതായത് ഞാൻ മത്സരിച്ചാൽ എനിക്ക് നേരത്തെക്കാളും വോട്ട് കിട്ടും. അപ്പൊ അധികാരം മാത്രമാണ് ഇത്തരം ഒരു ആരോപണമോ ഒരു കേസോ വരുമ്പോൾ ഇനി എങ്ങനെ MLA ആവാം, അല്ലെങ്കിൽ എങ്ങനെ അധികാരത്തിൽ തുടരാം എന്നതാണോ ഒരു ചർച്ച? അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഹഷ്മി തന്നെ പറയുന്നുണ്ടല്ലോ, മറുവശത്ത് ഒരുപാട് പെണ്ണുങ്ങളാണുള്ളത് രാഹുൽ. പിന്നെ അത് വെറും നിർത്താനായി ഹഷ്മിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇത്തരം തിരിച്ചുള്ള മറുപടിയൊക്കെ ഹഷ്മിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഹഷ്മിക്ക് പിന്നെ തിരിച്ച് അങ്ങോട്ട് രാഹുൽ ഇനി അവിടെ മത്സരിക്കുമോ, ഇവിടെ മത്സരിക്കുമോ? ആർക്കറിയണം എവിടെ മത്സരിക്കുമെന്ന്? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ശക്തമായ ആരോപണങ്ങളിൽ ഇയാൾ നിരപരാധിയാണോ അല്ലേന്ന് കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കുമ്പോൾ അത് വരട്ടെ. അല്ലാതെ ഇയാളുടെ വിഷമതയും കരച്ചിലും സങ്കടവും കേൾക്കാൻ വേണ്ടി ഒരു വേദി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി ഈ പാവത്തിനെ തുടർന്ന് മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ആണോ പിന്താങ്ങുക, അതോ പൊതുജനം സ്വമേധയായി ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുമോ എന്നൊക്കെയുള്ള വർത്തമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ നരേറ്റീവ്, അതായത് ഈ ഇന്റർവ്യൂവിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് തുടക്കം തൊട്ട് ആസൂത്രിതമാണ്. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? ഇപ്പം ഞാൻ പറയുന്നത് ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ മാധ്യമത്തിന് മുമ്പിൽ വന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, അങ്ങനത്തെ ഭാഗമൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അയാൾ എന്ത് പറയുന്നു, അയാൾ പറഞ്ഞു പോകുന്ന വഴി എന്താവണം, എങ്ങനെ ആയിരിക്കണം ആ സംവാദത്തെ അവസാനിപ്പിക്കേണ്ടത്, അതൊക്കെ നീതിയുക്തവും ഒരു ന്യായമുള്ളതുമായിരിക്കണം. ഇതെങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്? രാഹുലിന് അദ്ദേഹത്തിന്റെ ബോധ്യം, പൊതുജനങ്ങൾക്ക് അവരുടെ ബോധ്യം, കോടതിക്ക്, അതായത് ഫസ്റ്റ് രാഹുൽ, സെക്കൻഡ് പൊതുജനം, പിന്നെ കോടതി എന്തെങ്കിലും ചെയ്യട്ടെ. അതാണോ ഇതിന്റെ രീതി? അപ്പൊ ആ കൊള്ളാലോ കളി, നല്ല പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലൊരു ഇന്റർവ്യൂ ചെയ്ത് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനെ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി 24 ഹഷ്മിയോ വിചാരിച്ചാൽ നടക്കില്ല. കേരള സമൂഹത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അത്ര തന്നെ. അതിനെ ഒരു തമാശയാക്കാനും ഉദ്ദേശിക്കുന്നില്ല.